എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രോക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കാൻ പറ്റും. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നു, വി നെക്കാണ് കട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി നെക്ക് എങ്ങനെയാണ് നമുക്കിതിൻ്റെ കോളറൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതേ പീസ് തന്നെയാണ് കോളറിൽ പീറ്റർ പാൻ കോളറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ തുണിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഡിസൈൻ മാച്ചിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് ഞാൻ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ആ തുണി ജോയിൻ ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ടത് ഇങ്ങനെ നിവർത്തിയിടുക. രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്, 2 പീസായിട്ട്. എന്നിട്ട് നമ്മളെ ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി വേണം നമ്മൾ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നിങ്ങൾ കാണുന്നുണ്ടോ? ചോക്ക് തെളിയുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഇതിൽ ഏത് ചോക്കിട്ട് വരച്ചിട്ട് തെളിയുന്നില്ല. ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ വന്ന് അതിന് ശേഷം വേണം ഈ പീസ് വെച്ച് കൊടുക്കേണ്ടത്. മുകളിലോട്ട് ചേർത്ത് വെച്ചപ്പോൾ ഞാൻ വച്ചിട്ട് കാണിക്കാം. കണ്ടോ, ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? വച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം ഇത് വയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് താഴ്ത്തിയാണ് വച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നേരത്തെ കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. ഒരു ശകലം പോലും വ്യത്യാസപ്പെടരുത്. കണ്ടോ, ഇങ്ങനെ കണ്ടോ. ഇതേപോലെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞു 1/2 ഇഞ്ച് നമുക്കിവിടെ ഗ്യാപ്പ് വേണം. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. കണ്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 2.5 ഇഞ്ചാണ് ഞാൻ കോളറിൻ്റെ വീതി വയ്ക്കുന്നത് കേട്ടോ. തയ്യൽ തുമ്പ് എല്ലാം കൂടെ ഉൾപ്പെടെ. നിങ്ങൾക്ക് 3 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഒരുപാട് വീതി വേണ്ടാത്തത് കൊണ്ട് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ കൂട്ടി വേണം. 2.5 എന്നുള്ളത് ഓരോ പോയിൻ്റ് ചെയ്ത് 2.5 എന്നുള്ളത് 2.5 ഒരു പോയിൻ്റ്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ 2.5 2 പോയിൻ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ 2.5 3 പോയിൻ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ 3. തിരിച്ച് ഇവിടെയും നമ്മൾ 3 തന്നെ മാർക്ക് ചെയ്യണം. കണ്ടോ. എന്നിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കണം. മനസ്സിലായോ ഞാൻ പറയുന്നത്? നമ്മൾ ഓരോ സൈഡിലോട്ട് വരാം. അടുപ്പിച്ചാണെങ്കിൽ ഒരേ അളവിൽ എടുക്കാം. കുറച്ച് താഴോട്ട് വരപ്പോൾ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ കോളർ കാണാൻ നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതായത് നിങ്ങൾക്ക് 3 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് അധികം ഇവിടെയും നമുക്ക് പോവും, ഇവിടെയും കുറച്ച് പോവും. അപ്പോൾ അതിന് ശേഷമുള്ള വീതി മാത്രമേ കിട്ടത്തുള്ളൂ. 3 ഇഞ്ച് എടുത്താൽ ഒരുപാട് വീതിയായി പോകും. അതുകൊണ്ട് ഞാൻ 2.5 എടുത്തത്. ഇവിടെ 2.5 എടുത്തു. ഇവിടെ 2.5 ഒരു പോയിൻറ്റും ഇവിടെ 2.5 2 പോയിൻറ്റും ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2.5 എടുത്തു. ഇവിടെ 2.5 ഒരു പോയിൻറ്റും എടുത്തു. ഇവിടെ 2.5 2 പോയിൻറ്റും എടുത്തു. ഇവിടെ 3 എടുത്തു. ഇതേ 3 തന്നെ ഇവിടെയും എടുത്തിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി 1 ഇഞ്ച് മാറ്റാം. 1.5 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ തുമ്പ് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കണം. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ കൊണ്ട് നിർത്താം. നമ്മൾ ഇനി കയറ്റി കളയരുത് കേട്ടോ. നെക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ വരയ്ക്കപ്പോഴേ ഇങ്ങോട്ട് കളയത് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാറ്റിയിട്ടില്ല. അവിടെ കൊണ്ടുവന്നാണ് ഈ നെക്ക് നമ്മൾ മറ്റേ ഷേപ്പ് വെച്ച് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടണം. എന്നിട്ട് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ സ്ട്രെയിറ്റ് വരച്ചതിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഈ നെക്കിൻ്റെ ഈ കോർണറില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഷേപ്പ് വരും. എന്നിട്ട് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടണം കേട്ടോ. കാരണം ഇത് നമുക്ക് തയ്യൽ തുമ്പിന് വേണം. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടണം. ഇങ്ങനെ തയ്യൽ തുമ്പിടണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതാണ് കറക്റ്റുള്ളത്. ഇത് തയ്യൽ തുമ്പിട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം ഇങ്ങനെ വേണം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എങ്ങനെ കട്ട് ചെയ്യണം? ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യണം. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കണം. മനസ്സിലാവും? പിന്നെ കട്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ നിന്ന് വെട്ടി വരികയാണ്.
നമ്മൾ ഇവിടെ നിന്നാണ് വെട്ടേണ്ടത്, ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് വെട്ടിയിട്ടില്ലേ അത്. ഇതാണ് ഷേപ്പ്. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെട്ടിയായിരുന്നു. ഇതാണ് ഷേപ്പ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നിവർത്തിയിട്ട് കാണിക്കാം. ഇങ്ങനെ വരും. ഇത് ഇത്രയും വീതി വരത്തില്ല. ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ചൊക്കെ പോകുമ്പോൾ കുറച്ചൊരു വീതി കുറയും. ഇതേപോലെ നമ്മൾ ഒരു ഷേപ്പും കൂടി വെട്ടിയെടുക്കണം. ഇതേ തുണി തന്നെ. ഇത് വേറെ തുണിയായാലും കുഴപ്പമില്ല, നമുക്ക് അടിച്ച് മരച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതേ കളറിലുള്ള തുണി കിട്ടുമെങ്കിൽ ഞാൻ ഇതേ കിട്ടും. അതുകൊണ്ട് ഇതേ കളറിലുള്ള തുണിയിൽ തന്നെ ഞാൻ ഇതേപോലെ 2 പീസ്, അതായത് ഇതൊരു പീസ് ഒരു പീസ്, ഇതേപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ 2 പീസും കൂടി വെട്ടിയെടുത്ത് ഇതേപോലെ തന്നെ ഇതേ അളവിൽ തന്നെ വെട്ടിയെടുത്ത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല വശവും കൂടെ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ നല്ല വശവും ഇത് നല്ല വശം കേട്ടോ. നല്ല വശവും കൂടെ ചേർത്ത് എവിടെ സ്റ്റിച്ച് ചെയ്യണം? ഇവിടെ അല്ല, ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇതുവരെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് ഇടണം. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ടെടുക്കാം. അപ്പം നല്ല വശവും വേണം ചെയ്യാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ഇതൊന്ന് ഇവിടെ ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൊണ്ടുവരാം. എന്താ ഇവിടെയൊക്കെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വിട്ടു പോകാതിരിക്കുക, തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നെക്കിൻ്റെ അകവശത്തോട്ടങ്ങ് പോകും, അതുകൊണ്ട് അറിയത്തില്ല. ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതിയേ. മറിച്ചിടാനുള്ള മറിച്ചിട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഇത് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഇങ്ങനെ കറക്റ്റ് ഈ അളവിൽ തന്നെ, ഈ സെൻറ്ററിൽ തന്നെ ഇത് വരണം. അതുപോലെ ഇതാ പിൻ ചെയ്ത് വയ്ക്കണം കേട്ടോ. പിൻ ചെയ്ത് വെച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്. ചേർത്ത് ഇങ്ങനെ വയ്ക്കണം. ഉണ്ടോ? ഇങ്ങനെ വെച്ചതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ക്രോസ് പീസിലെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടണം. കാരണം നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതും വച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ക്രോസ് പീസുകൾ ജോയിൻ ചെയ്ത് ഞാൻ കുറച്ചധികം പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നെക്ക് കട്ട് ചെയ്ത സ്ഥലത്തുനിന്നും പീസ് കിട്ടും, അവിടെ നിന്നാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഇത് വെച്ച് നല്ല വശത്തോട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിൻ ചെയ്ത് വച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ എല്ലായിടത്തും പിൻ ചെയ്ത് വേണം, അല്ലെങ്കിൽ ഇത് തെന്നിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങോട്ട് ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും, ഇവിടെ നിന്ന് ഇത്രയും. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡൊക്കെ തയ്യൽ കൊള്ളാതെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറിച്ചിടണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ടെടുക്കുക. അതിനുശേഷം അയൺ ചെയ്യുകയാണെങ്കിൽ അയൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ തുമ്പൊക്കെ നല്ലതുപോലെ നമ്മൾ ഷേപ്പായിട്ട് വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു കട്ടി, ഒരുപാട് കൂർത്തതായിട്ട് ചെയ്യരുത്, നമ്മൾ ഇവിടെ കീറിപ്പോകാത്ത രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ അയൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മുകളിൽ കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ മറിച്ചിട്ടതിന് ശേഷം കാണിക്കും. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്രോസ് പീസ് വെച്ചടിച്ചു. എന്നിട്ട് അകത്തോട്ട് മറിച്ചിട്ടതിന് ശേഷം മുകളിൽ കൂടി ഈ സൈഡിൽ കൂടി ഇങ്ങനെ പതിച്ചടിച്ചു. എന്നിട്ട് ചീത്ത വശം മറിച്ചിട്ടതിന് ശേഷം ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് ചെയ്തു കണ്ടോ. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും സ്റ്റിച്ച്. നിങ്ങൾക്ക് ഈ താഴത്തെ സ്റ്റിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് അകവശത്ത് ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാണാം ഇത് പിന്നെ ഇത് ക്ലോത്തിൻ്റെ അതേ കളറിലുള്ള നൂലായതുകൊണ്ട് അടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ അകവശത്തുള്ള ഒരു സ്റ്റിച്ചില്ലേ, അത് ഒഴിവാക്കണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്താലും മതി കണ്ടോ. ഇത് വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാച്ച് ചെയ്യുന്ന ഈ കളറുള്ള തുണിയായിട്ട് പിന്നെ കോളർ ചെയ്താലും മതി. അപ്പം ഞാൻ പിന്നെ ഈ സെയിം കളറിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെറൈറ്റി കളറിട്ട് ഇതിൻ്റെ മാച്ചായിട്ടുള്ള കളറിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത് കുറച്ചിത്തിരി തീരെ ചെറുപ്പക്കാരിയല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേ കളറിലുള്ളത് തൊട്ട് ചെയ്തത്. അപ്പം ഇപ്പോഴത്തെ മോഡേൺ പിള്ളേർക്കായിരിക്കും
കുറച്ചുകൂടി വെറൈറ്റി. കാരണം ഇത് വേറെ കളറിട്ട് കുറച്ചുകൂടി എടുപ്പായിട്ട് ഇപ്പോൾ അവർക്ക് അത്ര എടുപ്പ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ സെയിം കളർ തുണിയിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ബാക്ക് പീസാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ക്രോസ് പീസ് ഇല്ല, അത് നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പീസ് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ 2ആയിട്ട് മടക്കി നല്ല വശത്തിട്ട് ചെയ്യുക, മറച്ചിടുക, തിരിച്ച് പതിച്ചടിക്കുക, അകവശത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അല്ല, തിരിച്ച് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആവുന്നത് നമുക്ക് ഷോൾഡർ ജോയിനിങ് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ജോയിനിങ് ചെയ്യണമൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ക്രോസ് പീസ് ഇവിടെ വെച്ചൊന്ന് അടിക്കട്ടെ. ഞാൻ ബാക്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറച്ചിട്ട് തയ്യൽ തുമ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് തയ്യൽ തുമ്പ് ക്രോസ് പീസിലോട്ട് ചേർത്ത് വെച്ച് പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇനി 2 ഷോൾഡറും തമ്മിൽ ചേർത്ത് വച്ചിട്ട് ക്രോസ് പീസ് ഇങ്ങോട്ടേക്ക് ഇട്ടേക്കണം. എന്നിട്ട് ചേർത്ത് വച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഡബിൾ സ്റ്റിച്ച് ഇടുക. അതുപോലെ ഇവിടെയും ക്രോസ് പീസ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ചേർത്ത് വെച്ച് ക്രോസ് പീസ് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക്, പിന്നെ സ്ലീവ് ഞാൻ ജോയിൻ ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാത്ത മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. സ്ലീവ് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ, മുകളിൽ കൂടി പതിച്ചടിച്ചിട്ടുണ്ട്. ഈ സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് അടിച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് വയ്ക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇത് നമുക്ക് നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ചെസ്റ്റ് അത് അളക്കുക, വേസ്റ്റ് അളക്കുക. ഇവിടെ നിന്ന് നമ്മൾ ചെസ്റ്റ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ചെസ്റ്റ് അളന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ചെസ്റ്റ് ഇങ്ങോട്ടേക്ക് അളക്കുക. അതിനൊക്കെ വേസ്റ്റ് അളക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ വേസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്നും ഒരു 14 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ 14 ഇഞ്ചിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് 14 ഇഞ്ചും കൂടെ ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് അതേപോലെ മറു സൈഡിലും നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്യണം. കാരണം ഇവിടെയും ഈ സൈഡിലാണ് നമുക്ക് വള്ളി വയ്ക്കേണ്ടത്. എന്നിട്ട് ഞാൻ വള്ളിക്ക് കുറച്ച് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2ആയിട്ട് മടക്കണം. 2ആയിട്ട് മടക്കിയിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം 2ആയിട്ട് മടക്കാൻ കേട്ടോ. ഇങ്ങനെ നല്ല വശത്ത് ചീത്ത വശത്ത് തയ്യൽ വേണം. ഇങ്ങനെ നല്ല വശം അടക്കണം, അകത്താവണം. ചീത്ത വശത്ത് തയ്യൽ വേണം. എന്നിട്ട് ഇവിടെ സൂചി നൂലും കൊണ്ട് കൊത്തിയിട്ട് നമ്മൾ താഴോട്ടാക്കിയിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട് 2 സൈഡും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്രോസ് പീസിനെ പതിച്ചടിക്കുന്നതിന് ഇവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ് ബാക്ക് പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിനിങ്ങിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നല്ല വശത്ത് കൂടെ ടോപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇവിടെ ബാക്ക് സൈഡിൽ. എന്നിട്ട് അകവശം മറച്ച് വെച്ച് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് കണ്ടോ, 2 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടോ. ബാക്ക് ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ് ജോയിൻ ചെയ്യണം. ഇങ്ങനത്തെ സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിന് നല്ല വശവും സ്ലീവിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും ഷോൾഡറിന് ചേർത്ത് വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരിക. ഇവിടെ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് പോവുക. വീണ്ടും അവിടെ നിന്ന് ഇവിടെ കെട്ടിട്ട് നിർത്തുക. അതിന് ശേഷം സ്ലീവ് ഇങ്ങനെ ഇരിക്കും. തയ്യൽ തുമ്പ് സ്ലീവിലോട്ട് ചേർത്ത് വെച്ച് ടോപ്പിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. മറു സൈഡ് ഇതുപോലെ ചെയ്യുക. അപ്പോൾ 2ഉം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്ത് പ്ലീറ്റ് വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 സ്ലീവ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വള്ളി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വരും വള്ളി കണ്ടോ. നിങ്ങൾക്ക് നീളം കൂടുതലാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കട്ടാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് സൈഡ് ജോയിൻ ചെയ്യപ്പോഴുണ്ടല്ലോ, സൈഡ് ജോയിൻ ചെയ്യപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പണാക്കി ഇട്ടേക്കണം. കാരണം നമുക്ക് പ്ലീറ്റ്സ് വെക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കട്ടിങ്ങിൽ പറയാൻ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചോളം കയറ്റി മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വിട്ടണം. കാരണം തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പ്ലീറ്റ്സ് വയ്ക്കാനായിട്ട് കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല, അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇത് രണ്ടും കൂടെ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ആദ്യം ഒരു സൈഡിൽ വയ്ക്കണം. അപ്പോൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട്. നമ്മൾ ഈ ഭാഗം ഇല്ലേ, നമ്മുടെ ഈ താഴ് ഭാഗത്ത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇല്ലേ,
ആ ഭാഗത്ത് നമ്മളിങ്ങനെ വച്ച് കൊടുക്കണം. ഒന്നി നിങ്ങൾ ആദ്യമേ പ്ലീറ്റ്സ് എടുക്കണം, എന്നിട്ട് വച്ച് നോക്കണം. പ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കുമ്പോൾ കൂടുതലാണെങ്കിൽ, ഈ ഭാഗം കൂടുതലാണെങ്കിൽ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതാണ് കൂടുതലെങ്കിൽ ഇളക്കി കൊടുക്കണം ഇതിലുള്ള പ്ലീറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലീറ്റ്സ് ചെറിയ പ്ലീറ്റ്സുകൾ എടുത്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ അത് ഈസി ഉള്ളവർ അങ്ങനെ ചെയ്യുക. അല്ലാതെ മൊത്തത്തിൽ ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ വെച്ച് ചേർത്ത് അടിച്ചാലും മതി. നല്ല വശം ചേർത്ത് വെച്ച് കേട്ടോ. അത് ഓരോരുത്തർക്ക് സൗകര്യം പോലെ ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ ഈസി കേട്ടോ. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യണം. ഇതിൽ വേറെ ഒന്നുമില്ല. ഒന്നെങ്കിൽ ആദ്യമേ ഈ 2 പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. അതേപോലെ മറ്റേ 2 പീസിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് വച്ച് നോക്കണം ഈ ഒരു ഭാഗത്ത് ഇത് പറ്റുന്നുണ്ടോ. കൂടുതൽ ഈ സ്കേർട്ട് ഭാഗം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് കുറച്ച് പ്ലീറ്റ്സ് ഇളക്കി കൊടുക്കണം. കാരണം ഇത് കുറവാണ്. ഇപ്പോൾ സ്കേർട്ട് ഭാഗം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ മാറ്റിയാണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത്. കണ്ടു, നേരിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ് നൈറ്റിയുടെ. ഇപ്പോൾ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പുറത്തുമൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ലതാണ് കേട്ടോ. കുറച്ചുകൂടെ കൂടിയ മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.